ചേരുന്ന ഹെയർ സ്റ്റൈൽസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇനി നമുക്ക് ചേർന്ന ഹെയർ സ്റ്റൈൽസ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. കേളി ഹെയറിനും സ്ട്രെയിറ്റ് ഹെയറിനും വേവി ഹെയറിനും ഒരുപോലെയാണോ ഹെയർ സ്റ്റൈൽസ് ചെയ്യേണ്ടത്? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചിൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്താലും, നമ്മൾ എങ്ങനെ നന്നായിട്ട് ആക്സസറൈസ് ചെയ്താലും, നമ്മൾ എങ്ങനെ നന്നായിട്ട് മേക്കപ്പ് ഇട്ടാലും ഹെയർ സ്റ്റൈൽ ശരിയായിട്ടില്ലെങ്കിൽ മൊത്തം ലുക്കും അതോടുകൂടി പോകും. പക്ഷെ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയും ഫേസിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത്. പക്ഷെ ഫേസിന്റെ ഷേപ്പ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ? ഫേസ് ഷേപ്പ് നോക്കി ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, നോർമലി നമ്മുടെ റൗണ്ട് ഫേസ് ആണെങ്കിൽ മിഡിൽ പാർട്ടീഷൻ ചെയ്താലാണ് കൂടുതൽ ആ ഒരു ഫേസിന് നീളം തോന്നുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലോങ് ഫേസ് ആണെങ്കിൽ, കുറച്ച് നീളമുള്ള ഫേസ് ആണെങ്കിൽ സൈഡ് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു ബൗൺസിനെസ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബാലൻസ്ഡ് ആക്കി പ്രപ്പോർഷൻ വെക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് എവിടെയാണ് തെറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നയൻതാരനെ എടുക്കുക, മൃണാൽ താക്കൂറിനെ എടുക്കുന്നു, അതുപോലെ തന്നെ വിദ്യാ ബാലനെ എടുക്കുന്നു. ഈ മൂന്ന് പേർക്കും ഏകദേശം ഓവൽ ഫേസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരമാണെങ്കിൽ ലോങ് ഫേസിന് നോർമലി സൈഡ് പാർട്ടീഷൻ ആണ് ഏറ്റവും നന്നായിട്ട് ചേരുക. പക്ഷെ നമുക്ക് നയൻതാരനെ നോക്കുമ്പോൾ അത് ശരിയാണ്, നയൻതാരയ്ക്ക് ആക്ച്വലി സൈഡ് പാർട്ടീഷൻ ആണ് കൂടുതൽ ചേരുക. ബട്ട് മൃണാൽ താക്കൂറിനെ നോക്കുകയാണെങ്കിൽ മൃണാൽ താക്കൂറിന് സൈഡ് പാർട്ടീഷനും സെന്റർ പാർട്ടീഷനും ഇനി ബാക്ക് കോമ്പിങ്ങും എല്ലാം ആക്ച്വലി നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനി വിദ്യാബാലന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാബാലന് സൈഡ് പാർട്ടീഷൻ ചേരും, പക്ഷെ കൂടുതലായിട്ട് ചേരുക സെന്റർ പാർട്ടീഷൻ ഇടുമ്പോഴാണ്. സെന്റർ പാർട്ടീഷനിലാണ് അവർ കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ടും കുറച്ചും കൂടി യൂത്ത്ഫുൾ ആയിട്ടും ഇരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ നമ്മൾ ഫേസിന്റെ ഷേപ്പ് മാത്രമല്ല പ്രപ്പോർഷനും കൂടി കണക്കാക്കണം എന്നുള്ളത്. അതായത് ഫേസ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫേസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ പ്രപ്പോർഷനാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ ലൈൻ മുതൽ ഐബ്രോ വരെ ഇതാണ് നമ്മുടെ ഫേസിലെ ഒരു പ്രപ്പോർഷൻ. ഇതിനെ നമ്മൾ അപ്പർ ഫേസ് എന്ന് പറയും. ഈ ഐബ്രോസിന്റെ താഴെ മുതൽ ആക്ച്വലി നോസ്ട്രൽസിന്റെ താഴെ വരെ, ജസ്റ്റ് ബിലോ വരെ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ മിഡ് ഫേസ് എന്ന് പറയുക. ഇനി നോസ്ട്രൽസ് മുതൽ ഈ ഒരു ചിൻ വരെ, ഈ ഒരു ഏരിയക്കാണ് നമ്മൾ ലോവർ ഫേസ് എന്ന് പറയാം. ഇതിന്റെ മൂന്നിന്റെയും പ്രപ്പോർഷൻ ബാലൻസ്ഡ് ആണോ, ഇത് കുറച്ച് കയറിയും ഇറങ്ങിയുമാണോ ഉള്ളത്, അതായത് ഒരു ഫേസ് കുറച്ച് കൂടുതലാണോ, ഏതെങ്കിലും ഒരു ഫേസ് കുറച്ച് ഷോർട്ടർ ആണോ, അതും കൂടെ നോക്കിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽസ് തീരുമാനിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നയൻതാരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നയൻതാരയ്ക്ക് ആക്ച്വലി മിഡ് ഫേസ് നോർമലാണ്, പക്ഷേ ഈ ഒരു ലോവർ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഏരിയ, അതായത് നമ്മളുടെ അപ്പർ ഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടറുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നയൻതാരയ്ക്ക് കൂടുതലായിട്ടും സൈഡ് പാർട്ടീഷൻ നന്നായിട്ട് ചേരുന്നത്. ഇപ്പൊ സൈഡ് പാർട്ടീഷൻ മാത്രമല്ല, നമ്മൾ നയൻതാരനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നയൻതാര എപ്പോഴും ആക്ച്വലി ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ക്രൗൺ ഏരിയയിൽ കുറച്ച് ബൗൺസി ആയിട്ടാണ് ഹെയർ വെക്കാറുള്ളത്. ഒന്നുകിൽ ബാക്ക് കോമ്പിങ് ചെയ്യും, അതല്ല അപ്പർ ബൺ കെട്ടും, അതല്ലെങ്കിൽ ഈവൻ മിഡിൽ പാർട്ടീഷൻ എടുത്താൽ പോലും ഈ രണ്ട് ഭാഗത്ത് വോളിയം വരുന്നത് പോലെയാണ് എപ്പോഴും നയൻതാര ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നയൻതാര ആക്ച്വലി സൈഡ് പാർട്ടീഷൻ എടുക്കുമ്പോഴാണ് ഈ മിഡിൽ ഫേസും ലോവർ ഫേസും അതുപോലെ തന്നെ അപ്പർ ഫേസും ഈ മൂന്നും തമ്മിലുള്ള പ്രപ്പോർഷൻ ഈക്വലായി മാറുക. ഇനി മൃണാൽ താക്കൂറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൃണാൽ താക്കൂറിന് ആക്ച്വലി എല്ലാ ഹെയർ സ്റ്റൈൽസും നന്നായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കാരണം അവരുടെ പ്രപ്പോർഷൻസ് എല്ലാം ഈക്വൽ ആണ്, എല്ലാം ആക്ച്വലി ഈക്വലും ബാലൻസ്ഡും ആണ്. ഇനി വിദ്യാബാലന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിദ്യാബാലന്റെ അപ്പർ ഫേസും വിദ്യാബാലന്റെ മിഡ് ഫേസും രണ്ടും ആക്ച്വലി ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പക്ഷേ ഈ ലോവർ ഫേസ് വരുമ്പോൾ, അതായത് നോസ്ട്രൽസ് മുതൽ ചിൻ വരെയുള്ള ഏരിയ വരുമ്പോൾ അവിടെ ആക്ച്വലി കുറച്ചും കൂടി ഷോർട്ടർ ആണ്. അതുകൊണ്ട് തന്നെ മിഡിൽ പാർട്ടീഷനാണ് വിദ്യാബാലന് കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് ചേരുക. ഇനി ഫേസ് ഷേപ്പും ഫേസ് പ്രപ്പോർഷനും മാത്രം നോക്കിയാൽ നല്ലൊരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ പറ്റുമോ? അത് മാത്രം പോരാ, അതിന്റെ കൂടെ ആക്ച്വലി ഹെയർ ലൈൻസ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഹെയർ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ഫോർഹെഡിന്റെ ഏരിയയിലെ ഹെയർ ലൈനിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ നയൻതാരയും കാജൽ അഗർവാളിനെ എടുക്കാം. നയൻതാരയ്ക്കും കാജൽ അഗർവാളിനും ഏകദേശം ഒരേപോലത്തുള്ള ഫേസ് ഷേപ്പാണ്, അതുപോലെ തന്നെ ഒരേപോലത്തുള്ള ഫേസ് പ്രപ്പോർഷനുമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നയൻതാര കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈഡ് പാർട്ടീഷനും ബാക്ക് കോമ്പിങ്ങും ആണ്. പക്ഷേ കാജൽ അഗർവാളിനെ നോക്കുമ്പോൾ കാജൽ അഗർവാൾ കുറച്ചും കൂടി യൂത്ത്ഫുൾ ആയിട്ടിരിക്കുക എപ്പോഴും മിഡിൽ പാർട്ടീഷനിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാജൽ അഗർവാളിന് ഓൾമോസ്റ്റ് വൈഡർ ആയിട്ടുള്ള ഒരു ഹെയർ ലൈൻ ആണുള്ളത്. അതായത് കൂടുതലായിട്ട് ഇപ്പോൾ ഓവൽ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല വിഡ്ത്ത് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ നയൻതാരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നയൻതാരയ്ക്ക് ആക്ച്വലി ചെറിയ ഫോർഹെഡ് ആണ്, അതേപോലെ തന്നെ അത് ഇറഗുലർ ആണ്, ഹെയർ ലൈൻ ഭയങ്കര ഇറഗുലർ ആണ്.
അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നയൻതാരയുടെ ഫേസ് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവണം എന്നുണ്ടെങ്കിൽ സൈഡ് പാർട്ടീഷൻ തന്നെ വേണം. അപ്പോഴാണ് ശരിക്കും ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഇവിടുത്തെ ഒരു ജോ ലൈൻ കാണുകയും ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ചീക്ക് ബോൺസിന്റെ ഇവിടുത്തെ ഒരു ലൈനും കറക്റ്റ് ആയിട്ട് ആംഗിളിൽ നിൽക്കും. ഈ രണ്ട് ലൈനും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഫേസ് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയതായിട്ട് തോന്നുകയും ചെയ്യും. ആൻഡ് ഓൾസോ കുറച്ചും കൂടെ യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി കാജൽ അഗർവാളിന് എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു മിഡിൽ പാർട്ടീഷൻ കൂടുതലായിട്ട് ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഡർ ആയിട്ടുള്ള ഫോർഹെഡ് ഉള്ളതുകൊണ്ട് തന്നെ മിഡിൽ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഈ ഒരു രണ്ട് സൈഡിലേക്കും കൂടി ഹെയർ കിടക്കും. അപ്പോൾ ഈ വൈഡർ ആയിട്ടുള്ള നെറ്റി പകുതിയോളം കവർ ചെയ്യും. അങ്ങനെയുള്ളത് കൊണ്ടാണ് കാജൽ അഗർവാളിന് കൂടുതലായിട്ടും മിഡിൽ പാർട്ടീഷൻ നന്നായിട്ട് ചെയ്യും. അപ്പൊ ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ പറ്റുമോ? വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഇതിനകത്ത്. അതെന്താണെന്ന് വെച്ചാൽ ക്രേനിയൽ ടോപ്പാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്, ക്രേനിയൽ ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡിന്റെ ഷേപ്പാണ് ശരിക്കും വരുന്നത്. നെറ്റി വരെയുള്ള ഫേസിന്റെ ഷേപ്പ് അല്ല പറയുന്നത്, തലയുടെ ഷേപ്പ്. അതായത് നമ്മുടെ ഹെയർ ലൈൻ മുതൽ ഈ ഒരു ഏരിയ വരെ, ഈ ഹെഡിന്റെ ഈ ജസ്റ്റ് കാണുന്ന ഒരു ഏരിയ വരെ, ഇതിന്റെ ഒരു ഹൈറ്റ് ആണ് നമ്മൾ ക്രേനിയൽ ടോപ്പായിട്ട് കണക്കാക്കുന്നത്. അതായത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോർഹെഡ് ഉണ്ടല്ലോ, അതായത് ഇവിടെ മുതൽ ഹെയർ ലൈൻ മുതൽ ഈ ഒരു ഐബ്രോസിന്റെ അവിടെ വരെ നേരത്തെ പറഞ്ഞ ആ ഒരു പോർഷൻ, ഈ ഒരു പോർഷനും നമ്മുടെ ഇവിടെ നിന്നും ഇവിടേക്ക് ഈ ഒരു എൻഡ് വരെ കാണുന്ന പോർഷൻ, ഫേസ് നേരെ വെക്കുമ്പോൾ തലയുടെ എത്ര ഭാഗം വരെ കാണുന്നു എന്നുള്ളത്, ഇത് രണ്ടും ഏകദേശം ഈക്വൽ ആവുകയോ അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പോർഷൻ ഇതിനേക്കാളും കുറച്ച് കൂടുതലായി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പറയുന്ന ഒരു ഐഡിയൽ ക്രേനിയൽ ടോപ്പ് ഉണ്ടാവുക. അതല്ല, നോർമലി നമ്മുടെ ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്, ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് താഴ്ന്നിരിക്കുകയാണ്, അത് കാണുന്നില്ല, അതിനായിരിക്കും ഹൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലോ ക്രേനിയൽ ടോപ്പ് ആണെന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രിയങ്ക ചോപ്രനെയും ശ്രദ്ധ കപൂറിനെയും എടുക്കാം. പ്രിയങ്ക ചോപ്രയ്ക്കും ശ്രദ്ധ കപൂറിനും രണ്ടുപേർക്കും ഏകദേശം ഒബ്ലോങ് ഫേസ് ആണ് ഉള്ളത്. പക്ഷെ എന്നാലും പ്രിയങ്ക ചോപ്രയ്ക്ക് ക്രേനിയൽ ടോപ്പ് ഹൈ ക്രേനിയൽ ടോപ്പാണ്. അതേസമയം ശ്രദ്ധ കപൂറിന് ആക്ച്വലി ക്രേനിയൽ ടോപ്പ് ഭയങ്കര ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ കപൂറിന്റെ ഫേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ നെറ്റിയാണ് എപ്പോഴും കാണുക. അതുകൊണ്ടാണ് പ്രിയങ്ക ചോപ്രയ്ക്ക് ആക്ച്വലി സൈഡ് പാർട്ടീഷൻ ആണെങ്കിലും മിഡിൽ പാർട്ടീഷൻ ആണെങ്കിലും ബാക്ക് കോമ്പിംഗ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് എപ്പോഴും ചേരുക. വേറസ് നമ്മൾ ശ്രദ്ധ കപൂറിന് നോക്കുകയാണെങ്കിൽ ശ്രദ്ധ കപൂറിന് ഷോർട്ട് ഹെയറിൽ സൈഡ് പാർട്ടീഷൻ ഇടുമ്പോഴൊക്കെയാണ് കൂടുതൽ നന്നായിട്ട് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് സെന്റർ പാർട്ടീഷൻ ഇട്ടാൽ തീരെ ചേരുകയില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു യൂത്ത്ഫുൾ ലുക്ക് കിട്ടുക എപ്പോഴും സൈഡ് പാർട്ടീഷനിൽ കാണുമ്പോഴാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഐശ്വര്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐശ്വര്യയ്ക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു ഓവൽ ഫേസ് ഷേപ്പ് ആണുള്ളത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രപ്പോർഷൻ ആണ് ഐശ്വര്യയ്ക്ക് ഉള്ളത്. എങ്കിലും ചെറിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഐശ്വര്യയ്ക്ക് ഈ ഒരു ലോവർ ഫേസ് കുറച്ച് വലുതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കുറച്ചും കൂടി പോയിന്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി ഒരു വിട്ട് കാണാം. പക്ഷേ ഐശ്വര്യയ്ക്ക് ഈ ഒരു ഹെയർ ലൈനിന്റെ ഈ ഒരു സെന്റർ പാർട്ടിൽ ഒരു പോയിന്റ് പോലെ കാണാം. അതായത് വിഡോസ് പീക്ക് എന്ന് പറയും, കൂടുതൽ പേർക്ക് ഉള്ളതാണ്, എനിക്കും ആക്ച്വലി ഉള്ളതാണ് ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടും എപ്പോഴും സൈഡ് പാർട്ടീഷൻ പോകുന്നതാണ് അങ്ങനെയുള്ളവർക്ക് നല്ലത്. സപ്പോസ് ഇപ്പോൾ ഒരു മിഡിൽ പാർട്ടീഷൻ പോയാലും തീരെ ചേരുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മിഡിൽ പാർട്ടീഷൻ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഫേസ് സ്ലിം ആയിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫേസ് ലോങ് ആയിട്ടും ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ സമയത്തും സൈഡ് പാർട്ടീഷൻ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഫേസ് ഇരിക്കുകയും ചെയ്യും, കുറച്ചും കൂടി യൂത്ത്ഫുൾ ലുക്കിൽ ഇരിക്കുകയും ചെയ്യും. ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ ഇതേ റൂള് തന്നെയാണ് ആക്ച്വലി അനുഷ്ക ശർമ്മയ്ക്കും അതുപോലെ തന്നെ ജാക്ലിൻ ഫെർണാണ്ടസിനും ആലിയ ഭട്ടിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ജാൻവി കപൂർ ആക്ച്വലി മിഡിൽ പാർട്ടീഷൻ എടുക്കുമ്പോഴും കുറച്ചും കൂടി എപ്പോഴും ബാക്കിലേക്കും കുറച്ചും കൂടി ഫ്രണ്ടിലേക്കും മാത്രമായിട്ട് ഇടുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സ്ട്രെയിറ്റ് ഹെയറിനും കേളി ഹെയറിനും വേവി ഹെയറിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണെങ്കിലും കേളി ഹെയറിന് കുറച്ചും കൂടി എക്സാമ്പിൾസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊക്കെ അറിയാം കങ്കണ റണൌട്ടിന് കേളി ഹെയർ ആണെന്ന്. പക്ഷെ അവരുടെ ഫേസ് കുറച്ചും കൂടി ഷോർട്ട് ആയതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ടും കേളി ഹെയറിനേക്കാളും സ്ട്രെയിറ്റ് ഹെയർ ആണ് കൂടുതൽ നന്നായിട്ട് ചേരുക. അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് വേവി പോലെ. അങ്ങനെയാണെങ്കിലാണ് എപ്പോഴും അവർ കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾ ലുക്കിൽ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നിത്യ മേനോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിത്യ മേനോന് കേളി ഹെയർ ആണെങ്കിലും നിത്യ മേനോൻ ഓൾമോസ്റ്റ് ലൈക്ക് കേളി ഹെയറും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് വേവി ആണെങ്കിലും സ്ട്രെയിറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഒരുപോലെ ചേരുകയും ഒരുപോലെ പുൾ ഓഫ് ചെയ്ത് പോകാനും പറ്റും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യ മേനോന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്. അതുപോലെ തന്നെ മോർ പ്രപ്പോർഷനും ബാലൻസ്ഡുമാണ്. അതായത് ഫേസിന്റെ ഫീച്ചേഴ്സ് എല്ലാം, അതായത് ഓരോ ഫീച്ചറും ആക്ച്വലി അതിന്റെ സൈസ് പ്രപ്പോർഷൻ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ടും വേവി ഹെയർ ആണെങ്കിലും കേളി ഹെയർ ആണെങ്കിലും സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും ഒരുപോലെ ചേരുന്നത്. അപ്പൊ നിങ്ങൾക്കും ആക്ച്വലി ഹെയർ സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫേസ് ഓൾമോസ്റ്റ് റൗണ്ട് ആണെങ്കിലാണ് നിങ്ങൾ സ്ട്രെയിറ്റനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചേരുകയുള്ളൂ. അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് പ്രപ്പോർഷൻ വൈസ് നോക്കുമ്പോൾ അത് ഈക്വൽ ആണെങ്കിൽ ആൻഡ് സോഫ്റ്റ് ഫീച്ചേഴ്സ് കുറച്ച് ഡെലിക്കേറ്റ് ആണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിന്റെ സൈസ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഈക്വൽ
ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേളി ഹെയർ ഉള്ളത് കേളി ആയിട്ട് തന്നെ വെക്കാം. അതല്ലെങ്കിൽ സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം. ഇനി തപ്സി പന്നുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തപ്സി പന്നുവിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഷാർപ്പ് ആണെങ്കിലും ഫേസ് ഭയങ്കര നാരോ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ കേളി ഹെയർ ആണ് കുറച്ച് നന്നായിട്ട് തപ്സി പന്നുവിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. സ്ട്രെയിറ്റ് ഹെയർ ചേരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കൂടുതലായിട്ടും ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനും എപ്പോഴും തപ്സീനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു കേളി ഹെയർ ആണ്. അപ്പം നിങ്ങൾക്കും ആക്ച്വലി അതുപോലെയുള്ള ഭയങ്കര നാരോ ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കേളി ഹെയർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ അനുപമ പരമേശ്വരന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അനുപമ പരമേശ്വരന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഉള്ളത്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ഹെയർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സാധാരണ പോലത്തെ മുഖമാണ് അനുപമ പരമേശ്വരനുള്ളത്. പക്ഷേ നേരെ മറിച്ച് അത് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നാനുള്ള ഒരു കാരണം അവരുടെ ടൈറ്റ് കേൾസ് ആണ്. കേൾസ് കുറച്ച് ഡിഫൈൻഡ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അനുപമേനെ കാണാൻ കുറച്ചും കൂടെ സ്ട്രൈക്കിംഗ് ആയിട്ടും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി മറ്റൊരു കേളി ഹെയറിന് ഉടമയാണ് റിമ കല്ലിങ്കലും. റിമ കല്ലിങ്കലിനെ ആക്ച്വലി നമുക്ക് കൂടുതലായിട്ടും സ്ട്രെയിറ്റ് ഹെയറിലും അതുപോലെ തന്നെ കേളി ഹെയറിലും രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും മനസ്സിലാവുക കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് അവരുടെ ഫീച്ചേഴ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് കുറച്ചും കൂടി ലൂസ് കേൾസിലാണ്. ടൈറ്റ് കേൾസ് പോയാലും കുറച്ചും കൂടി ഷാർപ്പ് ആയതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഹെവി ആയതുപോലെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് ഹെവി ആയതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്ട്രെയിറ്റ് ആണ് പോകുന്നതെങ്കിൽ അവർക്ക് ആക്ച്വലി ഈ ഫോർഹെഡ് വളരെ കുഞ്ഞിതായതുകൊണ്ടും ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് അത്യാവശ്യം വലിയ ഫീച്ചേഴ്സ് ആണ്. അതായത് നോസ് ആണെങ്കിലും ശരി, ലിപ്സ് ആണെങ്കിലും ശരി, ഐസ് ആണെങ്കിലും ശരി ഒക്കെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ഹെയർ പോയാലും ടൈറ്റ് കേൾസ് പോയാലും രണ്ടും ആക്ച്വലി റിമിക്ക് കുറച്ച് ഹാർഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ലൂസ് കേൾസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റൻ ചെയ്യാറുണ്ട് അവരുടെ ഫീച്ചേഴ്സിനെയൊക്കെ. അത് കുറച്ചും കൂടി യങ് ലുക്ക് എപ്പോഴും റിമിക്ക് കൊടുക്കാറുണ്ട്. ഇനി സാനിയ മൽഹോത്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാനിയ മൽഹോത്രയ്ക്ക് ആക്ച്വലി ക്രേനിയൽ ടോപ്പ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ച്വലി ഹെഡിന്റെ ഷേപ്പ് അത് നോർമലി ക്രേനിയൽ ടോപ്പ് കുറച്ച് കുറവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ മിഡ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഐബ്രോസിന്റെ അവിടെ മുതൽ ഈ നോസ്ട്രിൽസ് വരെയുള്ള ഈ ഒരു ഭാഗം ഇത് കുറച്ച് വലുതുമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സാനിയ മൽഹോത്ര കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് സൈഡ് പാർട്ടീഷനിലും ടൈറ്റ് കേൾസിലുമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ആക്ച്വലി സോഫ്റ്റ് കേൾസ് വേണ്ട ആൾക്കാരാണെങ്കിൽ, പക്ഷെ നിങ്ങൾക്കുള്ളത് ഓൾമോസ്റ്റ് ലൈക്ക് ഭയങ്കര കോയിൽഡ് കേൾസോ അല്ലെങ്കിൽ ടൈറ്റ് കേൾസോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ ഒന്ന് ലൂസൺ ചെയ്യാം. ഈ ടൈറ്റ് കേൾസിനെ ഒന്ന് ലൂസൺ ചെയ്യാൻ വേണ്ടി ബ്രെയ്ഡ്സ് ചെയ്യാം. അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന പിന്നിടൽ അങ്ങനത്തെ പരിപാടി ലൂസായിട്ട് പിന്നിടാം. അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ കേൾസ് കുറച്ച് ലൂസൺ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേൾസ് ഒക്കെ. ഇനി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ക്രേനിയൽ ടോപ്പ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് ഹെഡിന്റെ ഷേപ്പിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഹെയർ ഭയങ്കര തിക്ക് ആണെങ്കിൽ ക്രേനിയൽ ടോപ്പ് കുറച്ചും കൂടി ഉള്ളതായിട്ട് ഹൈ ക്രേനിയൽ ടോപ്പ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ കുറച്ച് പ്രായമാകുമ്പോൾ ഹെയർ തിന്നിങ് കൊണ്ടോ ഹെയർ സ്ട്രാൻഡ്സിന്റെ തിക്നെസ് കുറഞ്ഞു വരുന്നത് കൊണ്ടോ ഒക്കെ ക്രേനിയൽ ടോപ്പ് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയതുപോലെ ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് മിഡിൽ പാർട്ടീഷൻ ആണ് നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ വേഗം തന്നെ സൈഡ് പാർട്ടീഷൻ ആക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഫേസ് ഷേപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഫേസ് ഷേപ്പിനെ പറ്റി പ്രത്യേകിച്ച് തന്നെ ഒരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ, ലവ് യു.